അങ്ങോട്ട് പോയത് ഓട്ടോയിലാ, തിരിച്ചു വരുന്നത് ജീപ്പിലാ. വമ്പൻ സമ്മാനമായിരിക്കും. ക്യാമ്പ് 2 കുഴഞ്ഞല്ലോ ദൈവമേ. എന്തു പറ്റി? ടി വി വേണ്ടേ? അത് കൊള്ളാം. അഴുതി കിടന്ന് മാലയം പറ്റി ടി വി അടിക്കാൻ വന്നിട്ട് ഇപ്പൊ ടി വി വേണ്ടേ? ടി വി ഒക്കെ പിന്നെ നീ വേമ്പ പയ്യെ ചേട്ടാ പയ്യെ പോവും. കടയങ്ങ് തെളിഞ്ഞല്ലോ. ആഹാ, ആളുകളൊക്കെ ഉണ്ടല്ലോ. അത് ശരി. വെള്ളായണി കാക്കാമൂല ശ്യാമത്തൊടിയിൽ മഞ്ജുളാ ഭവനത്തിൽ അയ്യപ്പൻപിള്ളയുടെ വീടല്ലേ ഇത്? എവിടെയാ പിള്ള? അച്ഛൻ ഇവിടെ ഇല്ല. മോളുടെ പിറന്നാളാ, സമ്മാനം വാങ്ങാൻ പോയി. ആ, പിള്ള വേണമെന്നില്ല. ഞങ്ങള് സഹകരണ ബാങ്കിൽ നിന്നാ. മാനേജറാ. അച്ഛൻ വരുമ്പോ പറഞ്ഞാ മതി. ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരുന്നാല് ഇങ്ങനെ ചില പതിവുകളൊക്കെ ഉണ്ട്. എന്ത് ലോൺ? അതൊക്കെ അച്ഛനോട് ചോദിച്ചാ മതി. ഞങ്ങൾ ഈ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയിക്കോളാം. ജപ്തി നോട്ടീസോ? സാറേ ഇപ്പൊ വേണ്ട, ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് എന്ത് ഷോ? ഷോ നടക്കുന്നെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നടത്തണ്ടേ? ഞാൻ ആ ചാനലുകാരോട് പറഞ്ഞാണല്ലോ. ഇതെന്താ കുട്ടിക്കളിയാ? എത്ര തവണകളാ മുടങ്ങിയെന്നറിയാമോ? ദൈവമേ. അച്ചായൻ വന്നപ്പോ തന്നെ അച്ചായന്റെ പരസ്യം വന്നല്ലോ. നമ്മുടെ അയ്യപ്പൻ പിള്ളയുടെ വീട്. ആ നിർത്ത് നിർത്ത് നിർത്ത്. ആളിങ്ങി വന്നല്ലോ. വെറുതെ ഇവിടെ വരെ ഒന്ന് വന്നതാ ഒരു ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ. സാർ ഇപ്പോഴെന്താണ് സാർ? കഴിഞ്ഞ ആഴ്ച ഞാൻ സാറിനോട് സംസാരിച്ചല്ലേ, 31 വരെ സമയം തരാന്ന് സാർ പറഞ്ഞല്ലേ സാർ? ഇതിൽ കൂടുതൽ സമയം തരാൻ പറ്റില്ല, അതൊരു വകുപ്പില്ല. അയ്യോ, കുടിക്കണ്ടെന്ന് വിചാരിച്ച ഓരോരോ ദിവസം എഴുന്നേക്കുന്നത്. പക്ഷെ ഓരോന്ന് കണ്ട് എങ്ങനെ കുടിക്കാതിരിക്കും? മഞ്ജു കൊച്ചിന്റെ വീട്ടിൽ ജപ്തിയാന്ന്.